ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് അല്ല, 3 സ്റ്റെപ്പായിട്ട് വരുന്നതാണ്. ഒന്ന് സ്ക്രബിങ്, പിന്നെ ഒരു മസാജിങ്, പിന്നെ കുറച്ച് നേരം ഫേസിൽ അപ്ലൈ ചെയ്തിടാനും. അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണുള്ളത്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ്, മീഡിയം വേണമെന്നില്ല, സ്മോൾ സൈസ് ഒരു തക്കാളി. ഞാൻ ഈ തക്കാളിയാണ് എടുക്കുന്നത്. ഈ തക്കാളിനെ 3ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ബ്രൂവിൻ്റെ ഒരു കാപ്പിപ്പൊടിയില്ലേ, ഇത് ബ്രൂവിൻ്റെ 2 രൂപയുടെ ഒരു കാപ്പിപ്പൊടി. ഇതിന് 2 രൂപ വരുന്നുള്ളൂ. ഞാനിപ്പോൾ വന്ന വഴിക്ക് വാങ്ങി വന്നതാണ്. എനിക്കിന്നൊരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിന് പോയപ്പോൾ മുഖം മൊത്തമായിട്ട് പറ്റ ഡള്ളായി. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് വെയിൽ കൊണ്ടു. സാധാരണ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് വെയിൽ കണ്ടു. കുറച്ച് നേരം ഉച്ചയ്ക്ക് ശേഷം മൊത്തം ഒരു 2 o'clock ശേഷം ഫുള്ള് ബിസി ആയിരുന്നു. വെയിലത്ത് തന്നെ ആയിരുന്നു. അപ്പം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 രൂപയുടെ ബ്രൂയുടെ കോഫി പൗഡറാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേൻ, 1 സ്പൂൺ തേന്, പിന്നെ 1 സ്പൂൺ പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കമൺ. തക്കാളിന് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 3ആയിട്ട് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ 4ആയിട്ട് കട്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോ പീസ് വീതം എടുക്കാം. തക്കാളി 3ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഓരോ പീസ് വീതം എടുക്കുക. ഞാൻ ഫസ്റ്റത്തെ പീസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ പീസ് എടുത്തിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പഞ്ചസാര. പഞ്ചസാരയിൽ മുക്കിയിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ. ഈ സാധനം ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് വരണം കേട്ടോ. ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ മറന്നു. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വരാം. അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്തോ. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുടച്ചെടുക്കും. ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്തത്. കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു മോൾ ഭാഗത്ത് മാത്രം. നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തു. ഇനി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് നേരത്തെ തക്കാളി മുക്കി വെച്ചിട്ടുള്ള, പഞ്ചസാരയും മുക്കി വെച്ചിട്ടുള്ള തക്കാളി. അങ്ങനെ അതെടുത്തു. അതിൽ നല്ല രീതിയിൽ ഒരു സ്ക്രബ്ബർ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ നീര് തന്നെയാണ്. അതെടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ ഉരച്ചു കൊടുക്കുക, സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുന്ന നേരത്ത് വേദനയാവുന്ന രീതിയിൽ സ്ക്രബ് ചെയ്യരുത്. സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വേദനയായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഞാൻ ഫേസ് കഴുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഫേസ് കഴുകി വന്നപ്പം തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ. ഇനി നമുക്ക് ഇത് തുടച്ചിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. അങ്ങനെ തുടച്ചിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് 3 പീസിൽ 1 പീസ് തക്കാളി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. കട്ട് ചെയ്ത് തക്കാളി എടുക്കുക, അതിൻ്റെ ഒരു സൈഡിൽ തേൻ ഒഴിച്ചു കൊടുക്കുക. അയ്യോ പോയി. അങ്ങനെ ഒരു സൈഡിൽ ഞാൻ തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫേസിൽ ഇതിങ്ങനെ തേച്ച് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് എടുത്താൽ മതി. കയ്യിൽ നിന്ന് പോയോ?
കുറച്ചുകൂടെ തേനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ സൈഡിൽ കൂടെ പോയ മാതിരി തോന്നുന്നുണ്ട്. കുറേശ്ശെ ആക്കിയിട്ട് ഓരോ ഏരിയകളിൽ ഇങ്ങനെ തേച്ചാലും മതി. ഈ ഹണി ആക്കുന്ന സമയത്ത് ഈ തട്ടല്ലേ നമ്മുടെ ടൊമാറ്റോയുടെ താഴ്ഭാഗം അതെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. മറ്റ് സെൻറ്റർ പോർഷനൊക്കെ എടുക്കുന്നത് വെച്ചാൽ ഹണി രണ്ട് സൈഡിലൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ തട്ടത്തുള്ള ലാസ്റ്റ് പാർട്ടാണെങ്കിൽ ഹണി പോവില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹണി ആക്കി കൊടുക്കുക. കുറേശ്ശെ ആക്കി കൊടുത്താൽ മതി. അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി. നമ്മൾ ഹണി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഹണി അതിന്ന് അപ്ലൈ ആയി കഴിഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവുമല്ലോ ഏതൊക്കെ ഏരിയയിൽ ഹണി ആയിട്ടുണ്ട് ഇല്ല എന്നുള്ളത്. അതിനനുസരിച്ച് വേണ്ട ഏരിയയിലേക്ക് വീണ്ടും എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഏകദേശം എല്ലാ ഏരിയയിലും ഹണി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഹണി വാഷ് ഔട്ട് ചെയ്യണ്ട. വാഷ് ചെയ്യാതെ തന്നെ നമുക്ക് അടുത്ത ടൊമാറ്റോ പീസ് എടുത്തിട്ട് അതിൽ കാപ്പി പൊടി ഇട്ടിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഫേസിൽ എല്ലായിടത്തും ഹണി ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് അധികം നേരം വെക്കൊന്നും വേണ്ട. നമ്മൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കാപ്പിപ്പൊടി എടുത്ത് അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് സ്റ്റെപ്പ് ഈ മുഖത്തുള്ള ഹണി വാഷ് ചെയ്യണം എന്നില്ല. വാഷ് ചെയ്യാതെ തന്നെ നമുക്ക് ഫേസിലേക്ക് ടൊമാറ്റോയിൽ കോഫി പൗഡർ ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം ടൊമാറ്റോ ഞാൻ ഓൾറെഡി നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. ആ ഒരു പീസ് എടുത്തു. പിന്നെ നമുക്ക് കോഫി പൗഡറാണ് വേണ്ടത്. കോഫി പൗഡർ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. കോഫി പൗഡർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പതുക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ടാൽ മതി. ആവശ്യം ഉള്ളതിനനുസരിച്ച് ഇട്ടിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ്സിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നമുക്ക് 10 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്തിട്ട് എന്താ റിസൾട്ട് നോക്കാം. ഓക്കേ, അപ്പം ഞാനിതാ കൂടെയൊക്കെ കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് അറിയാൻ കഴിയുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എനിക്ക് കണ്ടിട്ട് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.